യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷനിലൂടെ നിങ്ങൾക്ക് കർത്താവ് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചനം ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: ദൈവ മക്കളായ നമ്മുടെ 4 വ്യത്യസ്തമായ അവസ്ഥകൾ എന്നതാണ്. കർത്താവിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വചനം ഞാനൊന്ന് തിരിച്ചിടുകയാണ്. നമ്മൾ സ്വതന്ത്രരാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അടിമത്തത്തിൽ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കെട്ടപ്പെട്ടവരായി തുടരുന്നത് എന്തുകൊണ്ടാണ്? വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വീണ കിടപ്പിൽ തന്നെ വർഷങ്ങളോളം മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ: നമ്മൾ സത്യം അറിഞ്ഞിട്ടില്ല. നമ്മൾ കേട്ട സത്യം സത്യമല്ല, അത് കള്ളമായിരുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണ സത്യമല്ലായിരുന്നു, അർത്ഥസത്യം. കോടതിയിലൊക്കെ നമ്മൾ അർത്ഥസത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പകുതി സത്യം വിളിച്ചു പറഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ കോടതികളും അതിനെ കള്ളമായിട്ടാണ് പരിഗണിക്കുന്നത്. ഈശോ ഇവിടെ പറയുകയാണ്, നിങ്ങൾ സത്യം അറിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം കാണാൻ പറ്റും. എന്താണത്? നിങ്ങൾ സ്വതന്ത്രരായി. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആത്മീയ മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ 4 വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ. ഒന്നാമത്തത്, നമ്മൾ ദൈവ മക്കൾ ആണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം യോഹന്നാൻ പറയുകയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇത് വായിക്കുമ്പോഴൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്: ഈ യോഹന്നാൻ ഏതാണ്ടൊരു 80 വയസ്സ് കഴിഞ്ഞ് 90 വയസ്സിനോടൊക്കെ അടുത്ത സമയത്താണ് ഈ ലേഖനമൊക്കെ എഴുതുന്നത്. സഭ അന്ന് ഉണ്ടായിക്കഴിഞ്ഞ് അനേക നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ യൗവനത്തിലാണ് സഭ രൂപപ്പെടുന്നത്. അനേക വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സഭ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. പരിശുദ്ധാത്മാവും വരങ്ങളും എല്ലാം സഭയിലുണ്ട്. പക്ഷേ യോഹന്നാൻ സഭയ്ക്ക് എഴുതുമ്പോൾ ഇത് ഉറപ്പിച്ചു പറയാണ്: അങ്ങനെയാണ് താനും, കണ്ടാലും ബിഹോൾഡ്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഒരു കാര്യം 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് സഭയിലെ മക്കൾക്കൊരു ഉറപ്പ് കൊടുക്കാൻ കാരണം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. നമ്മളതിന് മുകളിലോട്ട് വായിക്കുമ്പോൾ കാണാം, 1-ാമത്തെ അധ്യായത്തിൽ കാണാം: നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. 1 യോഹന്നാൻ 1:7 പറയുന്നു: യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമുക്കിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്: ചില മനുഷ്യരെങ്കിലും അന്നത്തെ കാലത്ത് സഭയിൽ ഉണ്ടായിരുന്നവർ, ഇന്നും അതുണ്ട്, ഇങ്ങനെ ചിന്തിച്ച് കാണും: ഞാൻ സഭയിൽ വന്നതിന് ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം, വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പാപം ചെയ്തു പോയാൽ പിന്നെ ഞാൻ ദൈവമകൻ, ദൈവമകൾ എന്നുള്ള പദവി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് അനേകരുടെ മനസ്സിലെ ഒരു വിഷമം ആയിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഞാൻ ദൈവത്തിന്റെ മകൻ അല്ലാതായി തീരുമോ? ഞാൻ ആ പദവിയിൽ നിന്നും മാറ്റപ്പെടുമോ? ഇതായിരുന്നു അനേകരുടെ മനസ്സിലെ വിഷമം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന, യേശുവിന്റെ സ്നേഹം ഒപ്പിയെടുത്ത, യേശുവിന്റെ സ്നേഹാഗ്നി അടുത്തിരുന്ന് ചൂട് പിടിച്ചെടുത്ത യോഹന്നാൻ കർത്താവിന്റെ മനസ്സ് മറ്റാരെക്കാളും, ഒരുപക്ഷെ പരിശുദ്ധ അമ്മയെ കഴിഞ്ഞാൽ
ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഏത് മനുഷ്യനേക്കാളും യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് യോഹന്നാൻ. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന വേളയിൽ പോലും യേശുവിന്റെ മാറോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ഒരു സ്വാതന്ത്ര്യം യോഹന്നാൻ കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം യോഹന്നാൻ സത്യം അറിഞ്ഞു. ആ സത്യമാണ് യോഹന്നാനെ സ്വതന്ത്രനാക്കിയത്. ഇതറിയാവുന്ന യോഹന്നാൻ പാപം മോചിച്ച് തരും എന്ന് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. പാപങ്ങൾ ക്ഷമിക്കുമെന്ന് വീണ്ടും പറയുന്നു. യേശുവിന്റെ രക്തം മതിയായതെന്ന് പറയുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, അധ്യായമൊക്കെ പിന്നീട് നമ്മൾ തിരിച്ചതാ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ സത്യത്തിൽ ചാപ്റ്റർ ഒന്നും അവിടെ ഇല്ല, ഒരൊറ്റ എഴുത്താണ്. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഭയാണ് ഇതിനെ അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത്. എനിവേ 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പം ഇത് ഉറപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ, നിങ്ങൾ പാപം ചെയ്തു പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മകൻ അല്ലാതായി തീരുന്നില്ല, നിങ്ങൾ ദൈവത്തിന്റെ മകൾ അല്ലാതായി തീരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദൈവം ആരാണ് എന്ന് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ദൈവത്തിന്റെ പക്കൽ സമയം ചെലവഴിക്കുകയും ചെയ്താൽ ദൈവം തന്നെ ഇത് നമ്മളെ പഠിപ്പിക്കും. ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും വലിയൊരു മോഷണം നടത്തിക്കൊണ്ട് നാട് വിട്ടു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. വലിയൊരു തുകയും എടുത്തുകൊണ്ട് അവർ നാട് വിട്ടു പോയെന്ന് വിചാരിക്കുക. അവർ നമ്മുടെ മക്കളല്ലാതായി തീരുമോ? നമ്മൾ അവരുടെ മാതാപിതാക്കൾ അല്ലാതായി തീരും. ഇനി മറ്റൊരു ഉദാഹരണം, ഒരു മകൻ അപ്പന്റെ മുഖത്ത് നോക്കി ആഞ്ഞടിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതൊരു ഉദാഹരണമാണ്. അടികൊണ്ട് അപ്പൻ പറയാണ്, നീ എൻ്റെ മകനല്ല. പറയാൻ പറ്റുമോ? മകനല്ല എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. കാരണം അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രവൃത്തികൾക്കോ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അത് ഇറ്റേണലാണ്, അതിന് മാറ്റമില്ല. ഇതുകൊണ്ടാണ് ഈശോ നമുക്ക് തരുന്ന ജീവനെ നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് വന്നും പോയും ഇരിക്കുന്ന ഒരു ജീവനല്ല അത്. ഒരു കാര്യം ഉറപ്പാണ്, പാപം മൂലം നമ്മളും ദൈവവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അത് ദൈവം അകലുന്നതല്ല, പാപം ചെയ്യുന്ന നമ്മുടെ കുറ്റബോധം മൂലം ദൈവം ഇപ്പോൾ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ, അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ച് ആത്മാവിന്റെ തലത്തിൽ നമ്മൾ അകന്നു പോകുകയാണ്. ആദവും ഹൗവയും ദൈവം വന്നപ്പോൾ ഓടിക്കളഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹൃദയത്തിൽ ഒരു അകൽച്ച വരുന്നത് മൂലമാണ് ശരിക്കു പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ഈ സ്നേഹം തിരിച്ചറിയുന്നതനുസരിച്ചാണ് നമ്മുടെ വീഴ്ചയുടെ അളവ് കുറഞ്ഞ് പണ്ട് എല്ലാ ദിവസവും പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കർത്താവിന്റെ സ്നേഹം അറിയുന്നതിന്റെ ആഴം, ആ ആഴം അറിയുന്നതനുസരിച്ച് നമ്മുടെ വീഴ്ചയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നും വീണുകൊണ്ടിരുന്ന വ്യക്തി 4 ദിവസം കൂടുമ്പോൾ വീഴുന്നു. പിന്നെയും ആ വ്യക്തി കൃപ അറിയുന്നു, സ്നേഹം അറിയുന്നു. 10 ദിവസം കൂടുമ്പോൾ വീഴുന്നു. പിന്നീട് 1 മാസത്തിലൊരിക്കൽ വീഴ്ചയാവുന്നു. ഇങ്ങനെ വളരും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. നിങ്ങൾ സത്യം അറിയും തോറും, യേശു ആരാണെന്ന് അറിയും തോറും, ദൈവത്തിന്റെ സ്നേഹം അറിയും തോറും നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന നെപ്പോളിയൻ ചക്രവർത്തിയുടെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ജോസഫിൻ. ജോസഫിൻ നെപ്പോളിയനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ലോകത്തിൽ ഒരു ഭാര്യയും തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ തന്റെ ഭർത്താവിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ജോസഫിൻ എന്നാണ് ചരിത്രകാരന്മാർ പോലും പറയുന്നത്. പക്ഷെ നെപ്പോളിയൻ എന്തുകൊണ്ടോ തന്റെ ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കാനൊക്കെ സാധിച്ചില്ല. ഭാര്യ സ്നേഹിച്ചു, ഭർത്താവിനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ ആളത്ര നല്ല വ്യക്തിയല്ല എന്നുള്ള ഒരു ചിന്ത നെപ്പോളിയന്റെ ഉള്ളിലുണ്ടായിരുന്നു. തന്റെ ഭാര്യ തനിക്ക് പറ്റിയ ആളല്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ജോസഫിന്റെ സ്നേഹം മനസ്സിലാക്കുന്നതിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. ഒടുവിൽ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ, നിങ്ങൾക്കറിയാം, എന്തും സാധിക്കുമായിരുന്ന നെപ്പോളിയൻ മറ്റൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാകുകയാണ്. മരിയ ലൂയിസ് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ജോസഫിനെ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുകയും ചെയ്തു. വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നെപ്പോളിയൻ ഒടുവിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. എൽബ എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്
ജോസഫീൻ തന്റെ ഭർത്താവായിരുന്ന നെപ്പോളിയൻ ഒരു കത്തെഴുതുന്നു. അങ്ങ് അനുവദിച്ചാൽ അങ്ങയെ എൽബായിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഒരു ഭാര്യയായിട്ട് അങ്ങനെ കണ്ടില്ല എങ്കിലും ഒരു വേലക്കാരിയായിട്ടാണെങ്കിലും അങ്ങയെ വന്ന് ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. കാണുക പ്രിയപ്പെട്ടവർ, ഒരു ഭാര്യയുടെ സ്നേഹമാണ്. തള്ളിക്കളഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുമ്പോഴും തന്റെ ഭർത്താവിനെ മറന്നു കളയുവാനോ വെറുക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല. ഒരു വേലക്കാരിയായിട്ട് വന്ന് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജോസഫിൻ കത്തെഴുതുകയാണ്. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സഖ്യകക്ഷികൾ അദ്ദേഹത്തെ വിലങ്ങു വെച്ച് അറസ്റ്റ് ചെയ്ത് നാട് കടത്താൻ പോകുകയാണ്. എന്നേക്കുമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു വിജയം ഉണ്ടായിട്ടില്ല. അവസാനത്തെ പരാജയമാണത്. അദ്ദേഹം തീർന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നേരത്ത് അദ്ദേഹം സഖ്യകക്ഷികളായ പട്ടാള നേതാക്കന്മാരോട്, പട്ടാള ഉദ്യോഗസ്ഥരോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം, എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. അവര് പറഞ്ഞു, പറഞ്ഞോളൂ. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു, മരിച്ചുപോയ എന്റെ ഭാര്യ ജോസഫിന്റെ കല്ലറയിൽ, സിമിത്തേരിയിൽ പോയി എനിക്ക് ആ ശവകുടീരം ഒന്ന് കാണണം. അതായത് ജോസഫിൻ മരിച്ചു കഴിഞ്ഞിരുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പട്ടാള ഉദ്യോഗസ്ഥർ അത് അനുവദിച്ചു. ഒരു കാലത്ത് ശക്തനായിരുന്ന നെപ്പോളിയനെ ഇവർ അറസ്റ്റ് ചെയ്ത് വിലങ്ങു വെച്ച് സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ തന്റെ ആദ്യത്തെ ഭാര്യയായിരുന്ന ജോസഫിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരയുന്ന നെപ്പോളിയനെ കണ്ട് സഖ്യകക്ഷികളായ പട്ടാള ഉദ്യോഗസ്ഥരുടെ പോലും കണ്ണുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത, ആരുടെയും മുൻപിൽ തോറ്റുകൊടുത്തിട്ടില്ലാത്ത നെപ്പോളിയൻ തന്റെ ആദ്യത്തെ ഭാര്യയുടെ ശവകുടീരത്തിലിരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ജോസഫീൻ, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. നീ ആരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം ജോസഫീൻ. എനിക്ക് മറ്റൊന്നിലും ദുഃഖമില്ല. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കാത്തത് മാത്രമാണ് ഒരിക്കലും തീരാത്ത ദുഃഖമായി നെപ്പോളിയന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് പറഞ്ഞ് അദ്ദേഹം തലയിട്ടിടിക്കുകയാണ്. ആ കല്ലറയുടെ മുകളിൽ അദ്ദേഹം, ആ കോൺക്രീറ്റിന്റെ മുകളിൽ തന്റെ ശിരസ് അദ്ദേഹം ആഞ്ഞാഞ്ഞ് അടിക്കുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇവിടെ നെപ്പോളിയന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ദൈവം സ്നേഹമാണ് എന്ന് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടും നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ആ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. എഫേസ്യ ലേഖനത്തിൽ നമുക്കിത് വായിക്കാം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ട നിമിഷങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സ്നേഹം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. ഒരു അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷ കഴിഞ്ഞിറങ്ങി വരുമ്പോഴല്ല, ഒരു പ്രസംഗം നല്ലതായിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, ദൈവത്തെ അനുസരിക്കാൻ പരാജയപ്പെട്ട് തോറ്റുപോയി നിലവിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭവനത്തിൽ എതിർസാക്ഷ്യമാകുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാൻ പറ്റാതെ തോറ്റുപോയ നിമിഷങ്ങളിൽ കർത്താവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ സ്നേഹം അവിടെ നിന്ന് പറയുന്നു, ജോൺ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്റെ പാപത്തിന് എന്റെ സ്നേഹാജ്ഞയെ കെടുത്താൻ പറ്റില്ല ജോൺ. നിന്റെ ഒരു പാപത്തിനും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ കെടുത്തിക്കളയുവാനോ അടച്ചു കളയുവാനോ പറ്റുകയില്ല. എന്റെ സ്നേഹത്തെ അണയ്ക്കുവാൻ പറ്റിയ ഒരു കാറ്റ് നരകം മുഴുവൻ വിചാരിച്ചാലും അടിക്കാൻ പറ്റില്ല. അത് കത്തിക്കൊണ്ടേയിരിക്കുന്ന സ്നേഹാജ്ഞയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് വീണ് കിടക്കുന്ന നമ്മൾ എഴുന്നേൽക്കുന്നത്. കുനിഞ്ഞിരിക്കുന്ന നമ്മുടെ താടി, നമ്മുടെ മുഖം, പാപത്തിന്റെ കുറ്റബോധത്താൽ കുനിഞ്ഞു പോയ നമ്മുടെ ശിരസ് ഉയർത്തിക്കൊണ്ട് ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് യേശു പറയാണ്, നീ കുനിഞ്ഞിരിക്കേണ്ടവനല്ല, നീ കുനിഞ്ഞിരിക്കേണ്ടവളല്ല, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ഇത് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നു, ഉണർത്തുന്നു, അഭിഷേകത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. നമ്മൾ കത്തുവാൻ തുടങ്ങുന്നു. തീയിൽ നിന്നും ഇതാ തീ നമ്മിലേക്ക് വരികയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്നും തീയില്ലാത്ത എന്റെ അടുപ്പിലേക്ക് തീ കത്താൻ തുടങ്ങുന്നു. വീണ് കിടന്ന് ഞാൻ എഴുന്നേൽക്കുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നാം ദൈവമക്കളാണ്.
ഓരോ പ്രഭാതത്തിലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, ഞാൻ എൻ്റെ സ്വർഗത്തിലെ പിതാവിന്റെ പുന്നാര മോനാണ്, പുന്നാര മോളാണ്, വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്, ഓമനക്കുട്ടനാണ് ഞാൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ടാമത്തെ അവസ്ഥ എന്താണ്? യേശു ക്രിസ്തുവിന്റെ അംബാസിഡറാണ് നമ്മൾ, സ്ഥാനപതികളാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ ദൈവമാരാണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ ലോകത്തിൽ ദൈവമാര് എന്ന് ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും, ഞാൻ വീണ്ടും പറയുന്നു, ശുശ്രൂഷ ആദ്യം വരരുത്, ജീവിതം. ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ലോകത്തിന് ദൈവം സ്നേഹമാണ് എന്നും കരുണയാണ് എന്നും കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവം ഒരു മനുഷ്യരിൽ വന്ന് നിറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ. കാരണം ദൈവം ഇൻവിസിബിൾ ആണ്, അദൃശ്യനാണ്. ഈ അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മിൽ ദൈവം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ലോകം കാണണം. നമുക്ക് ആർക്കും കറന്റിനെ, ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ വൈദ്യുതി ആരാന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലെ വിളക്കിന്റെ, ലൈറ്റിന്റെ, ബൾബിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. നമ്മൾ ആ സ്വിച്ച് ഇടുന്ന സമയത്ത് വൈദ്യുതി ആരാന്ന് വൈദ്യുതി കാണിച്ചു തരും. നമ്മുടെ ഫാനിന്റെ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കിക്കേ, കറന്റ് ആരാന്നറിയാൻ പറ്റും. കാറ്റ് വരികയാണ്, നമുക്ക് കറന്റിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ബൾബിൽ, ഒരു ഫാനിൽ ഈ കറന്റ് നിറഞ്ഞു കഴിയുമ്പോൾ കറന്റ് ആരാന്ന് നമുക്ക് മനസ്സിലാകുന്നു, കറന്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നു. ഇതുപോലെ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത, ദൈവത്തെ കാണാൻ പറ്റാത്ത ഈ ലോകത്തിന്, ദൈവത്തെ ഭയന്നിരിക്കുന്ന ഈ ലോകത്തിന്, ഒരു വിധിയാളനായി മാത്രം ദൈവത്തെ കാണുന്ന ഈ ലോകത്തിന്റെ മുൻപിൽ അവിടുന്ന് സ്നേഹപിതാവാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ, പ്രിയപ്പെട്ടവരെ. We are the ambassadors of Christ Jesus. 2 കൊരിന്ത്യർ 5:20 ഇത് അടിവരയിട്ട് പറയുകയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ദൈവം സ്നേഹമാണ് എന്ന് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാകാത്ത ലോകത്തിന്റെ മുൻപിൽ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ഒരു വീട്ടമ്മയായിരിക്കാം, നിങ്ങൾ ആകെ ഇടപെടുന്നത് നിങ്ങളുടെ വീട്ടിലെ മക്കളുമായിട്ടായിരിക്കാം, ഭർത്താവുമായിട്ടായിരിക്കാം. സാരമില്ല, അവരുടെ മുൻപിൽ ദൈവം സ്നേഹമാണ് എന്ന് കാണിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ അംബാസിഡർ എന്നുള്ള പദവിയിലൂടെ ദൈവം തരുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരന്റെ മുൻപിൽ ദൈവം സ്നേഹമാണെന്ന് കാണിക്കാൻ നമ്മളെ ദൈവം അംബാസിഡർമാരാക്കി മാറ്റുന്നു. ഒരു ഡോക്ടർ രോഗിയുടെ മുൻപിൽ, ഒരു ടീച്ചർ കുട്ടികളുടെ മുൻപിൽ, ഒരു ജോലിക്കാരൻ തന്റെ മുമ്പിൽ വരുന്നവരുടെ മുൻപിൽ, പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അംബാസിഡർ അല്ലെങ്കിൽ സ്ഥാനപതിയായി തീരുകയാണ്. മൂന്നാമതായി നാം യേശുവിന്റെ പട്ടാളക്കാരാണ് എന്ന് പറയുന്നു. 2 തിമോത്തി 2:3 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ നീ കഷ്ടപ്പാടുകൾ സഹിക്കണം. പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ വിഷയമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയാം. ശത്രുക്കളെ കുറിച്ച് ജാഗ്രതയുള്ളവരാണ് പട്ടാളക്കാർ. സ്വന്തം രാജ്യത്തോട് വളരെയധികം കൂറ് പുലർത്തുന്നവരാണ് പട്ടാളക്കാർ. ജീവൻ പോയാലും രാജ്യത്തെ ഊറ്റിക്കൊടുക്കാത്തവരാണ് പട്ടാളക്കാർ. ജീവനേക്കാൾ അധികം രാജ്യത്തെ സ്നേഹിക്കുന്ന പേട്രിയോട്ടിസം ഹൃദയത്തിലുള്ളവരാണ് പട്ടാളക്കാർ. പട്ടാളക്കാർക്ക് ഐക്യമുണ്ട്, പട്ടാളക്കാർ ഒരുമിച്ചാണ് പോകുന്നത്. പട്ടാളക്കാർക്ക് യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം കണ്ടാൽ അറിയാം ഏത് രാജ്യത്തിന്റെ പട്ടാളക്കാരൻ ആണ് എന്നുള്ളത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, പട്ടാളക്കാർക്ക് സഹനമുണ്ട്. ഒരു രാജ്യത്തെ സാധാരണ പൗരന്മാർ അനുഭവിക്കുന്നതിനേക്കാളും വേദനകളും സഹനങ്ങളും ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിൽ ഉണ്ട്. ഒരു പട്ടാളക്കാരന് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. പട്ടാളക്കാരൻ മരിച്ചാൽ ആ കുടുംബത്തിന്റെ കാര്യം നോക്കുന്നത് ഗവൺമെന്റാണ്. പട്ടാളക്കാരനെ മുഴുവൻ കരുതുന്നത് ഗവൺമെന്റാണ്. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവവചനം പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ ഓർത്തു നോക്കൂ. യു ആർ ദ സോൾജിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ യേശുവിന്റെ പടയാളിയാണ്. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ്, നീതിയുടെ കവചം ധരിച്ച്, സത്യത്തിന്റെ ബെൽറ്റ് ധരിച്ച്, സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന ഷൂസ് ധരിച്ച്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലെ നിന്നെ നോക്കി നരകം വിറകൊള്ളുകയാണ്, ഭയപ്പെടുകയാണ്. ബിക്കോസ് യു ആർ ദ സോൾജിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ യേശുവിന്റെ പട്ടാളക്കാരനാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വാളെടുത്തൊന്ന് വീശിയാൽ, വാളെന്ന് പറയുന്നത് ദൈവവചനമാണ്. 2 ഭാഗത്തും മൂർച്ചയുള്ള ആ വാളിനെ പറ്റി ഹെബ്രായർ 4:12 നമുക്ക് വായിക്കാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെടുത്ത് വീശിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പടയാളി, രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിരിക്കുന്ന ഒരു പടയാളി, ഹെൽമറ്റ് ഉണ്ടവന്, നീതിയുടെ കവചം നെഞ്ചിലുണ്ട്.
അഭിഷേകമുള്ള ഒരു പടയാളിയെ കാണുമ്പോൾ ശത്രുക്കൾ വിറയ്ക്കുകയാണ്. 3 ശത്രുക്കൾ നമുക്കുണ്ട്. 1 പിശാച്, 2 ലോകം, 3 നമ്മുടെ തന്നെ ജഡം. ഈ 3 ശത്രുക്കളും പരാജയപ്പെടുകയാണ് നമ്മൾ പട്ടാളക്കാരുടെ യൂണിഫോം അണിഞ്ഞ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുന്ന അഭിഷേകത്തിന്റെ തീ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ നരകം വിറകൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ പട്ടാളക്കാരനാണ്, സ്വർഗരാജ്യത്തിന്റെ പട്ടാളക്കാരനാണ്. മനുഷ്യർക്കെതിരെ നമുക്ക് യുദ്ധമില്ല. ഒരു മനുഷ്യനെയും വെറുക്കാൻ ക്രിസ്ത്യാനിക്ക് പറ്റില്ല. യേശുവിന്റെ മക്കൾക്ക് ആരോടും വെറുപ്പില്ല. കൊല്ലാൻ വരുന്നവനെ പോലും സ്നേഹിച്ചുകൊണ്ട് അവനെ നരകത്തുനിന്ന് രക്ഷിച്ച് അവനെ സ്വർഗത്തു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നാണ് രക്തസാക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തങ്ങളെ കൊല്ലാൻ വരുന്നവർക്ക് എങ്ങനെ സ്വർഗം കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്തീയ സഭയിലെ രക്തസാക്ഷികൾ. മറ്റ് രക്തസാക്ഷികളുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. മറ്റു പലയിടത്തും രക്തസാക്ഷികളുണ്ട്, പക്ഷെ അവിടെ ഒന്നും കൊല്ലാൻ വരുന്നവനെ സ്വർഗത്ത് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്ന രക്തസാക്ഷിത്വം ഇല്ല. അത് സഭയിൽ യേശുവിന്റെ മക്കളിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പ്രിയപ്പെട്ടത്. അവസാനത്തെ ശ്വാസത്തിനായി പിടയുമ്പോഴും പ്രാർത്ഥിക്കുന്നത്, എന്നെ കുത്തിയവനെ, എന്റെ തല മുറിച്ചുകൊണ്ടിരിക്കുന്നവനെ സ്വർഗത്തെടുക്കണമേ, അവന്റെ പാപം ക്ഷമിക്കണമേ എന്ന്